ഇന്ന് പലരും ഗൃഹാതുരത്വത്തോടെ വാഴ്ത്തുന്ന ആർഷഭാരത സംസ്കാരം അഥവാ സനാതന ധർമ്മം എന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും കാണുന്ന ദാർശനികമായ തത്വചിന്തകൾക്കപ്പുറം, അഥവാ അല്പം കൂടെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ കേവലം വരട്ടു തത്വവാദങ്ങൾക്കപ്പുറം പ്രായോഗിക ജീവിതത്തിൽ അത് മനുസ്മൃതി അടക്കമുള്ള സ്മൃതി നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സാമൂഹിക ക്രമമായിരുന്നു. അതാണ് ഈ സനാതനധർമ്മം എന്ന് ഇവർ പറയുന്നത്. ആർഷ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം അസമത്വമായിരുന്നു. സമത്വമല്ല, അസമത്വം അതായിരുന്നു. ചാതുർവർണ്ണ്യം എന്ന ജാതി വ്യവസ്ഥയിൽ അല്ലെങ്കിൽ വർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഈ സമൂഹത്തിൽ നീതി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നേ ഇല്ല. അല്ലെങ്കിൽ നീതി എല്ലാവർക്കും തുല്യമായിരുന്നില്ല. ബ്രാഹ്മണന് ഒരു നീതിയും ശൂദ്രന് വേറെ നീതിയും, അവർണ്ണന് നീതി നിഷേധവും. ഇതായിരുന്നു ആർഷ സംസ്കാരത്തിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ആർഷ സംസ്കാരത്തിലെ സാമൂഹിക ജീവിതം പോലെ ഇത്രമാത്രം വൃത്തികെട്ട ഒരു സാമൂഹിക ജീവിതക്രമം ലോകത്ത് എവിടെയെങ്കിലും നിലനിന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഒരിടത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു സാമൂഹിക ജീവിതം കാണാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അടുക്കൽ വന്നാൽ അശുദ്ധമാകുന്ന, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തൊട്ടാൽ മലിനമാകുന്ന, ചില മനുഷ്യരുടെ ദൃഷ്ടിയിൽപ്പെടാൻ പോലും അനുവാദമില്ലാത്ത വേറെ കുറേ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ച ഒരു വൃത്തികെട്ട, ജുഗുപ്സാവഹമായ, മ്ലേച്ഛമായ, നീചമായ ഒരു സംസ്കാരമായിരുന്നു ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഇനി സ്ത്രീവിരുദ്ധതയുടെ കാര്യം നോക്കിയാൽ, ഭർത്താവ് മരിച്ചാൽ ജീവനോടെ ചിതയിൽ ചാടേണ്ടി വരുന്ന സതി എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജീവനോടെ ഇരിക്കാൻ അർഹതയില്ല. ഭാര്യ ചിതയിൽ ചാടി മരിച്ചോളണം. ഈ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കരുത്. അന്ന് 80ഉം 90ഉം വയസ്സായവനൊക്കെ പോയി കെട്ടുന്നത് 8ഓ 9ഓ 10ഓ വയസ്സുള്ള കുട്ടികളെയാണ്. അതുകൊണ്ട് തന്നെ അവൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ സതി അനുഷ്ഠിക്കേണ്ടി വരുന്നത് 12 വയസ്സോ 10 വയസ്സോ ഒക്കെയുള്ള പിള്ളേരാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ തീയിൽ കത്തി അമരുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബാല്യത്തിൽ തന്നെ വിവാഹം കഴിച്ചയക്കുന്ന ശൈശവ വിവാഹം, പിന്നെ വിധവാ വിവാഹ നിരോധനം, അങ്ങനത്തെ ഒരു ആ വിധവാ വിവാഹം എന്ന് പറയുന്ന സംഭവമില്ല, അതിനെ നിരോധിച്ചിരിക്കുകയായിരുന്നു. സ്വത്തവകാശ നിഷേധം, സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആർഷ സംസ്കാരത്തിലെ സ്ത്രീകളുടെ വിധി. അതിൽ ഈ നമ്പൂതിരി സ്ത്രീകളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശോചനീയമായിരുന്നു, ഏറ്റവും ശോചനീയം. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തികച്ച് സ്ത്രീവിരുദ്ധവും ചൂഷണാത്മകവുമായ സംബന്ധം എന്ന് പറയുന്ന അവിഹിത വേഴ്ചയ്ക്ക് വിധേയയാകുക എന്നതായിരുന്നു ഇവിടുത്തെ ശൂദ്ര സ്ത്രീകളുടെ തലവിധി. ശൂദ്ര സ്ത്രീകളുണ്ടായിരുന്നു. ഈ ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നായന്മാരാണ്. അവർ പോയി പിന്നെ കേസ് കൊടുത്തു. 10-12 കൊല്ലം കോടതിയിൽ കേസൊക്കെ നടത്തിയിട്ടാണ് ശൂദ്രൻ എന്നുള്ള പേര് മാറ്റിയിട്ട് നായർ എന്നുള്ള പേരാക്കി എടുക്കുന്നതൊക്കെ. അധികം കാലമൊന്നും ആയിട്ടില്ല. ഇതൊക്കെ 100 വർഷം അല്ലെങ്കിൽ 110 വർഷം അത്രയൊക്കെ ഉള്ളൂ. 1914 ഇതുണ്ടാകുന്നത്, NSS ഉണ്ടാകുന്നത്. ആ NSS ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ ആദ്യം ചെയ്തത് കേസ് കൊടുക്കുകയാണ്. ശൂദ്രൻ, മലയാള ശൂദ്രൻ എന്നുള്ള ഇത് സർക്കാർ ഇതിൽ നിന്ന് മാറ്റണം. അത് തമിഴ് ശൂദ്രനും ഉണ്ട്, ഇതുണ്ട്, മലയാള ശൂദ്രനും ഉണ്ട്. അപ്പോൾ പാണ്ഡ്യശൂദ്രനൊപ്പം ഞങ്ങളെയും പറയുന്നുണ്ട് അത് പറ്റില്ല, ഞങ്ങളെ വേറെ സെക്റ്റായിട്ട് നിർത്തണം, ഞങ്ങളെ നായന്മാരെന്ന് പറഞ്ഞിട്ട് നിർത്തണം, നായർ, ഞങ്ങളുടെ പേര് മാറ്റണം, ശൂദ്രൻ എന്നുള്ളത് മാറ്റിയിട്ട് നായരാക്കണം എന്നും പറഞ്ഞ് അങ്ങനെ മാറിയവരാണ്. അപ്പം ഞാൻ ശൂദ്ര സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ ഏതാണെന്ന് വിചാരിക്കേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവർ. അപ്പോൾ അവിടെ സംബന്ധം എന്ന് പറഞ്ഞിട്ട് അവിഹിത വീഴ്ചയാണത്. വിവാഹമൊന്നും അല്ല, അത് വിവാഹമല്ല, സംബന്ധം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ സ്ത്രീകളുടെ തലവിധി. ഈ ആർഷ സംസ്കാരം പോലെ ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായൊരു സംസ്കാരം മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ ഇസ്ലാമിക സ്ത്രീ ചാക്കി കയറി എന്നൊക്കെ പറഞ്ഞാൽ പോലും അതുപോലെ ഇതിനെ വെച്ച് നോക്കിയാൽ, ആർഷ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ബെറ്ററാണെന്ന് പറയേണ്ടി വരും. അതാ നമ്മളിപ്പോൾ ഇന്ന് ഈ ആധുനിക കാലത്ത് നോക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാം, ഓക്കെ. പക്ഷെ മറ്റേതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മുഹമ്മദിൻ്റെ ഈ പരിപാടിയൊക്കെ അതിനേക്കാളും ബെറ്ററായിരുന്നു. അത്ര വൃത്തികെട്ടതായിരുന്നു ആർഷ സംസ്കാരത്തിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റം. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കിയാലോ, അത് അതിനേക്കാളും രസമാണ്. അറിവെന്ന് പറയുന്നത് അധികാരമാണെന്ന് മനസ്സിലാക്കിയ മേലാളവർഗം വേദങ്ങളും അക്ഷരങ്ങളും പഠിക്കുന്നതിൽ നിന്ന് ഭൂരിപക്ഷം വരുന്ന ജനതയെയും വിലക്കിയിരുന്ന സംസ്കാരമായിരുന്നു ആർഷഭാരത സംസ്കാരം. ശൂദ്രൻ വേദം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്ന് വിധിച്ച നിയമങ്ങളായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. അക്ഷരാഭ്യാസമേ
അത് പാടില്ല. അത് ബ്രാഹ്മണർക്ക് മാത്രം, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ആളുകൾക്ക് മാത്രം, ബാക്കിയുള്ളവർ പഠിക്കാൻ പാടില്ല. നായന്മാർക്ക് അവർക്ക് യുദ്ധമല്ലേ, ശൂദ്രന്മാർ ഇവിടുത്തെ ശൂദ്രർ അവർ യുദ്ധം ചെയ്യാനുള്ളവരാണ്. യുദ്ധം ചെയ്യുന്നവനായി ഇത് അക്ഷരം പഠിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവർണൻ, ഈഴവ് മുതൽ താഴോട്ടുള്ളവരൊക്കെ അവർണരാണ്. അവർണർ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്നവരല്ലേ, അവർക്ക് അക്ഷരം പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ ചില ഈഴവരെ സംബന്ധിച്ച് അവർ വൈദ്യം, എല്ലാ ഈഴവരും അല്ല, ചില ഈഴവ കുടുംബക്കാർ വൈദ്യശാസ്ത്രത്തിലുണ്ടായിരുന്നു, വൈദ്യം, ആയുർവേദവും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താളിയോലകളൊക്കെ പഠിക്കണം എന്നുള്ളതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ബാക്കി ഈഴവരൊക്കെ തെങ്ങിയെത്താൻ പോകുന്നവന് അക്ഷരാഭ്യാസത്തിൻ്റെ ആവശ്യം എന്താ? കള്ളിയെത്തുന്നവനെ അക്ഷരാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല, മരം മുറിക്കുന്നവന് അക്ഷരാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും പഠിപ്പിച്ചില്ല. അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം കുത്തയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതായത് മോണോപ്പൊളി ഓഫ് നോളജ്, അറിവിൻ്റെ കുത്തക അത് ഇവരുടെ കയ്യിൽ മാത്രം വെച്ചിരിക്കുകയായിരുന്നു. ഇനി യാത്രയുടെ കാര്യം പറഞ്ഞാലോ, കടൽ കടക്കുന്നത് പാപമായി കണ്ടിരുന്ന, പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഭയപ്പെട്ടിരുന്ന ഒരു നിശ്ചല സമൂഹമായിരുന്നു ആർഷ സംസ്കാരത്തിലുണ്ടായിരുന്നത്. ബ്രിട്ടനിൽ വെച്ച് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും തിരുവിതാംകൂറിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ ഒറ്റ പ്രതിനിധികളും പങ്കെടുത്തിരുന്നില്ല. ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒറ്റ പ്രതിനിധികളും പോയില്ല. ഈ തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയെ ബ്രിട്ടീഷുകാർ ക്ഷണിക്കാഞ്ഞിട്ടല്ല, ക്ഷണിച്ചിട്ടും പോകാതിരുന്നതാണ്. ക്ഷണിച്ചു, പോയില്ല. പി ഭാസ്കരനുണ്ണി എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. 1931 ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അന്നത്തെ ദിവാനായിരുന്ന ശ്രീ VS സുബ്രഹ്മണ്യ അയ്യരെ വൈസ്രോയി ക്ഷണിക്കുകയുണ്ടായി. കടൽ കടന്നാൽ അശുദ്ധിയായല്ലോ എന്ന് കരുതി അദ്ദേഹം അക്ഷണം വിനയപുരസരം നിരസിക്കുകയുണ്ടായി. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തിയ ജവഹർലാൽ നെഹ്റുവിനെ ക്ഷേത്രഗോപുരത്തിന് മുമ്പാകെ പട്ടാളത്തെ നിർത്തി തടഞ്ഞതിന് കാരണം നെഹ്റു കടൽ യാത്ര ചെയ്തതായിരുന്നു. പി ഭാസ്കരനുണ്ണി 19-ാം നൂറ്റാണ്ടിലെ കേരളം, പേജ് 640. ഈ കടൽ കടക്കാൻ പാടില്ല എന്നുള്ള നിരോധനം ഇവിടുത്തെ ജനങ്ങളോട്, ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത ദ്രോഹം നാം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. ആ ഒരു ആർഷ സംസ്കാര നിയമം ഉണ്ടാക്കിയ നഷ്ടങ്ങളെപ്പറ്റി അധികം ആരും സംസാരിച്ച് കാണാറില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പറ്റി പറയും. സ്ത്രീ വിരുദ്ധതകളെ കുറിച്ച് ഇഷ്ടംപോലെ പറയാറുണ്ട്, വിദ്യാഭ്യാസത്തെ കുത്തയാക്കി വെച്ചതിനെ പറ്റി പറയാറുണ്ട്, മറ്റു പല കാര്യങ്ങളെ പറ്റിയും പറയാറുണ്ട്. പക്ഷേ ഈ കടൽ യാത്ര ചെയ്യരുത്, സമുദ്രം കടക്കരുത്, അല്ലെങ്കിൽ കടൽ കടക്കരുത് എന്ന് പറയുന്ന ആ നിയമം അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്.